ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിലും ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ എനർജി എടുക്കാം. ഏസ് ഓഫ് കപ്സ്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി എടുക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ നിങ്ങളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിഫ്രഷിങ് എനർജി എന്ന് തന്നെ പറയാം. അത്രയും ഒരു ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു ക്ലീൻ സ്ലേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. എല്ലാം കൊണ്ടും ഒരു പോസിറ്റിവിറ്റി നമുക്കതിനകത്ത് കാണാം. നമ്മൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പാസ്റ്റിൽ എന്തെങ്കിലും ഹഡിൽസ്, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം മായ്ച്ചു കളഞ്ഞ് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ റെഡി ആയിട്ടുള്ള ഒരു എനർജിയാണ്. കാരണം അത്രയേറെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ഡീപ്പ് ഇമോഷണൽ ലവ്, അറ്റാച്ച്മെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പേഴ്സൺ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവിടെ മാപ്പ് കൊടുക്കാനൊക്കെ കഴിയുക എന്ന് പറയുമ്പോൾ അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് അവർ നമ്മളുടെ കൂടെ പിന്നെയും വേണം എന്നുള്ള ആ ഒരു തീവ്രത നമുക്ക് ഉണ്ടാകുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ അത്രയും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളുടെ കൂടെ വേണം, എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ വരുമ്പോഴാണ് അത്രയും ഒരു ഡെപ്ത് ഉണ്ടാകുന്നത്. ഇത് സെയിം വേ നമുക്ക് ആ ഒരു എനർജി ഇവിടെ കാണാം എന്നുള്ളതാണ്. ആദ്യമേ പറഞ്ഞ പോലെ അത്രയും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെ കാണാം. ഇവിടെ നമുക്ക് ഈ ഒരു വാട്ടർ റിലേറ്റഡ് എനർജിയും കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ഇമോഷണൽ ഇൻസ്റ്റിങ്സ് എല്ലാം വളരെ കറക്റ്റ് ആവുന്നൊരു സമയം കൂടിയായിരിക്കാം. ഇനി പേഴ്സണുമായിട്ട് അത്ര കോണ്ടാക്റ്റഡ് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരും എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എപ്പോഴും എല്ലാവർക്കും പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ തന്നെ നെഗറ്റീവ് തോട്ടിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റിവിറ്റി തന്നെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ ആ ഒരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നല്ലതുപോലെ കാണാം എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ അത്രയും ശാന്തമായിരിക്കണം എന്നില്ല. സിറ്റുവേഷൻ വൈസ് വളരെ പ്രഷർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഫ്രസ്ട്രേഷൻ ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഈ വ്യക്തി കാണിച്ചു എന്ന് വരാം. ചിലപ്പോൾ അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്നില്ല. എപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ മാറിപ്പോവാനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും കിട്ടണമെന്നില്ല ഈ ഒരു പേഴ്സണ്. ആ ഒരു മാറി മറിയുന്ന അവസ്ഥ, ഒരു ചാഞ്ചല്യം നമുക്ക് ഇവരുടെ ഒരു എനർജിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ മറ്റൊരു ആംഗിളിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രഷറും കാര്യങ്ങളൊക്കെ അവരുടെ സാഹചര്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് ഇവിടെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം എത്രയൊക്കെ അവരുടെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതും ബാലൻസ് ചെയ്ത് എനിക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ കഴിയണമെന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ആ ഒരു സംഗതി നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചോയ്സ് വേറെ കയറി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതും അവർക്ക് വലിയൊരു തലവേദനയായിട്ട് നിൽക്കുന്നൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ചോയ്സ് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനകത്ത് 2 കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളവിടെ കാണാം.
അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഏത് താഴെ ഇറക്കി വെക്കണം, ഏത് മുന്നോട്ട് കൊണ്ടുപോകണം, ചിലപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കെയുള്ളൊരു പ്ലാനിങ്. അത് എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം. നമുക്ക് അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് എന്നുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് ഒരു പ്രഷറിലൂടെ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമുക്കിനി ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് ഈ ഒരു പേഴ്സൻ്റെ എന്നുള്ളത് നോക്കാം. Two of air, patience. Three of fire, ace of air, three of earth, two of fire, seven of air, seven of water, six of fire, queen of fire, star, three of water, two of water and seven of earth. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു കൺഫ്യൂസിങ് എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമെങ്കിൽ കൂടിയും നമ്മൾ നേരത്തെ അവരുടെ ഒരു ഓവറോൾ എനർജിയിൽ പറഞ്ഞതാണ്, ആ ഒരു പേഴ്സൺ ഒരു അണ്ടർ പ്രഷറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ബാലൻസ് ചെയ്ത് പോകാനായിട്ട് വിഷമിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ചിന്താഗതിയിൽ ആണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇവിടെ നല്ല രീതിയിലുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിലൊരു ഹോപ്പ് വയ്ക്കാറുണ്ട്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷനിൽ പതറിപ്പോവാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോഴും എവിടെയെങ്കിലും ഒരു പ്രതീക്ഷ പലരുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. ഇന്നൊരു കാര്യം അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി എനിക്കുണ്ടാവും. ചിലപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് കോൺടാക്റ്റ് പോലും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഞാനിപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാലും അവരെന്നോട് നോ പറയില്ല എന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കുന്ന ചില ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ചോയ്സ് വന്നു കഴിഞ്ഞാലും അല്ല, അവരുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ പോലും അറിയാതെ അവരുടെ മനസ്സിൽ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു ഹോപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇത് സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ആ വ്യക്തിക്കുണ്ട് എന്നുള്ളത് ഒരു ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഏത് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഇവരൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഒരു വെയിറ്റിംഗ് എനർജി, അല്ലെങ്കിൽ എനർജി പോലെ തന്നെ പേഷ്യൻസ്, ഒരു ക്ഷമയോടെയുള്ളൊരു കാത്തിരിപ്പ്, കാര്യങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോകാനായിട്ട് ചിലപ്പോൾ ഇതേ ഒരു അവസ്ഥ തുടരേണ്ടി വരും എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പിന്നീട് നോക്കുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയേറെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ അവർ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അവർ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം മോശമാണ്, ചിലപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പേഷ്യൻസ് എനർജിയിൽ പോകാനൊക്കെ. പക്ഷേ ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളുടെ കാര്യത്തിലാണെന്നുള്ളത്, അവരുടെ എന്ത് ചോയ്സാണ് അപ്പുറത്തുള്ളതെങ്കിലും അതിനേക്കാൾ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങളെ മുന്നിലേക്ക് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും ഹൈലി റിസെപ്റ്റീവായിട്ട്, അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ എനർജി. നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കണക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിലും ആയിരിക്കാം. കാരണം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസും ആയിരിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയും അത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവർ കാണുന്ന ആ ഒരു രീതിയാണ്. അത്രയും ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ എപ്പോഴും
അവർക്ക് ഒരു എന്ത് സപ്പോർട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ഫയറി നേച്ചർ ഒക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ചില വ്യക്തികൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നും പേടിക്കണം. എന്ത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവാം. അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കിവിടെ നിങ്ങളുടെ കാര്യത്തിൽ അവർക്കുള്ളതായിട്ട് തന്നെ കാണാം. എന്നാൽ ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ഹോണസ്റ്റായിട്ട് തുറന്ന് പറയാനും ഉണ്ട്. അവർ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഉള്ള വ്യക്തികളും ആയിരിക്കാം. കോണ്ടാക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തീർത്തും നോ കോണ്ടാക്റ്റ് ഉള്ളവരുടെ എനർജി ആയിട്ട് നമുക്ക് പറയാനും പറ്റില്ല. കോണ്ടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ മനസ്സ് തുറന്ന് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പവും നല്ലതുപോലെ ഈ പേഴ്സണുണ്ട്. അതിനുള്ളൊരു സമയമായിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. ഇതുപോലെ ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കൊളീഗ് ആയിരുന്നിരിക്കാം, പിന്നീട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിരിക്കാം. ചിലർക്ക് നിങ്ങൾ ഒരുമിച്ച് പഠിച്ച വ്യക്തികളായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടെ വേണം. ആ ഒരു കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കാം ഇപ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ഹോണസ്റ്റായിട്ട് പറയണം എന്നുള്ള ചിന്ത വന്നിട്ടുള്ളതും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വളരെയധികം ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവരോടുള്ളൊരു പെരുമാറ്റത്തിലായിരിക്കാം, ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും അവർ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു മതിപ്പ് തോന്നുന്ന ഒരവസ്ഥയിലാണ് ഈ പേഴ്സൺ ഉള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളോട് ഒരുപാട് ഒരു ഹ്യൂജ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന പോലെ ആ ഒരു പേഴ്സൺ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ അവർ വേറെ പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് ചിന്തിക്കുമ്പോൾ വളരെയധികം കംഫർട്ട് ലെവൽ അനുഭവിക്കുന്നത് തീർത്തും നിങ്ങളുടെ കാര്യത്തിലാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ പെട്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് വേണമെന്നുണ്ടെങ്കിലോ ആവാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ബേർഡനായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രഷർ ആയിക്കോട്ടെ, എല്ലാം ഓപ്പണായിട്ട് നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കാം നിങ്ങളോടൊന്ന് ഓണസ്റ്റായിട്ട് സംസാരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കോൺടാക്റ്റ് ഉണ്ട്, ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്തോ അവർക്ക് എന്നോട് പറയാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്നോട് അവരത് തുറന്ന് ഷെയർ ചെയ്യുന്നില്ല എന്ന് ഉള്ളതേ ഉള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഇനിയിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജി ആയിരിക്കാം ചിലപ്പോൾ അവരെ ഒന്ന് വെയിറ്റ് ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരവസ്ഥ, ഒരു ഹൈഡിങ് നേച്ചർ, അതുപോലെ തന്നെ ഒരുപാടൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ്, ഒരു ഇല്യൂഷനിൽ പെട്ടൊരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളോട് ഈ ഓപ്പണായിട്ട് പറയണോ എന്നുള്ളതിനെക്കുറിച്ചും അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് കഴിയാത്തൊരു സ്റ്റേജ് ആയിരിക്കാം. അപ്പോൾ മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഹോണസ്റ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് കൂടുതലൊരു പ്രിഫറൻസ് നിങ്ങൾക്ക് മാത്രം തന്ന് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു തിങ്കിങ് നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രിഫറൻസ് തരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ എനർജിയാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു ഹൈഡിങ് നേച്ചറിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പബ്ലിക് ആക്കാത്ത ഒന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിക് ആക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അതിനകത്ത് വളരെ ഒരു ദൃഢത, ആ ഒരു സ്റ്റെബിലിറ്റി പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിൻ ചെയ്യാൻ എന്നുള്ള തരത്തിലുള്ളൊരു ആഗ്രഹം പോലും നമുക്കിവിടെ കാണാവുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു 2 ഓഫ് വാട്ടർ എനർജിയാണ്. അതായത് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ചിലപ്പോൾ അവരൊരു റോങ് ചോയ്സിൻ്റെ പിന്നാലെയൊക്കെ പോയിട്ടുണ്ടാവാം, ഒരു ഫാൻറ്റസിയിൽ പെട്ടുപോയിട്ടുണ്ടാവാം, നിങ്ങളെ കൂടാതെ എന്ത് വേണമെന്നുണ്ടെങ്കിലോ ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു റിയാലിറ്റി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു കംഫർട്ട് സോൺ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ലെവലുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് അത്ര ഓക്കെ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മളുടെ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസസ് കൊണ്ട് അതായിരുന്നു ഏറ്റവും മികച്ചത്, അല്ലെങ്കിൽ ഇതാണ് മികച്ചതെന്ന് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. എന്തുകൊണ്ടും എനിക്ക് ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥ നമുക്ക് നല്ലതുപോലെ കാണാം.
ഇനി മറ്റൊരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് ഉണ്ടായ ഇഷ്ടം എന്താണെന്നൊക്കെ അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ ഒരു സമയത്തായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവർക്ക് അകന്നിരുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു കോൺടാക്റ്റ് ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അവർ ഫുള്ളി നിങ്ങളോട് ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ സാധ്യതയില്ല. കാരണം ഇവിടെ എല്ലാം അതിനായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു ടോക്ക് നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ളൊരു തിങ്കിങ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോൺടാക്റ്റ് ഇല്ലാതിരുന്നവർക്ക് ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ പറയാനുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ. അതിനായിട്ട് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാം ഇവിടെ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ഇതിനകത്ത് ഉണ്ടാവണം എന്നുള്ള ആ ഒരു ആഗ്രഹം, പ്രതീക്ഷയൊക്കെ നമുക്ക് നല്ലതുപോലെ ഈ പേഴ്സണിൽ കാണാമെന്നുള്ളതാണ്. അവർ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു പ്രിഫറൻസ് പറ്റുന്നതിനേക്കാളും കൂടുതൽ തരുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കാം. അല്ലെങ്കിൽ അത്രയും ഒരു പ്രഷറിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അത്രയും ഒരു കംഫർട്ട് സോൺ നിങ്ങളാണെന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം. നിങ്ങളുടെ എനർജിയിൽ നമ്മൾ കണ്ടതാണല്ലോ, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഈ ഒരു പേഴ്സണോട് എന്നുള്ളത്. സ്റ്റിൽ ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അത് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചു, അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പോഴും എന്നോട് ഇത്രയും സ്നേഹമുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും അവരെന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വേണമെന്നുണ്ടെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റെസ്പെക്റ്റ്, ആ ഒരു ഫാക്ടറൊക്കെ അവിടെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 3, നമ്പർ 14 ആൻഡ് നമ്പർ 17. ഇനി അതുപോലെ തന്നെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് സെജിറ്റേറിയസ് ആൻഡ് അക്വേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആർക്കെല്ലാം റെസണേറ്റ് ആവുന്നോ അവർക്ക് വളരെ ഒരു നല്ലൊരു എനർജിയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ പാസ്റ്റിൽ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൈഡിങ് നേച്ചറൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ കറൻലി എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്നൊക്കെ ഉള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന, അല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ടതാണെന്നുള്ളൊരു തിരിച്ചറിവുള്ളൊരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.